ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC ഈസി കോഡ്സ്. അപ്പം നമ്മുടെ 10th പ്രിലിംസിൻ്റെ ക്ലാസ്സസൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ പ്ലീസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ശരിക്കും ഈ വീഡിയോ ഈ ഒരു ക്യാപ്ഷൻ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്നുള്ള ക്യാപ്ഷൻ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് വരത്തില്ലേ അല്ലേ? അപ്പം ഞാൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ കാണാനായിട്ട് വരും അല്ലേ? പക്ഷേ ഈ ഇത്രയും ജെനുവിനായിട്ട് ഞാൻ പറഞ്ഞാൽ പോലും എത്രയോ പേരുണ്ടാവും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെയും, അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കുന്നതും ഒക്കെ എത്രയോ പേരുണ്ടാവും. അല്ലെങ്കിൽ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം, എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം എന്നൊന്നും അറിയാൻ ഒന്നും ആരും ചിലപ്പോൾ മെനക്കെടാറില്ല. അപ്പം അങ്ങനെ വെറുതെ ഒഴിവാക്കി പോകുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ? അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജസ്റ്റ് ഓരോ ഇതുപോലെ തന്നെയാണ്, നിങ്ങൾ ഓരോ മനുഷ്യരെയും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം അവർക്ക് പറയാനുള്ളതും അവർ നിങ്ങളെ മനസ്സിലാക്കുന്നതും കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക. അപ്പം അവർക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൊടുക്കുക. ഓക്കെ, പക്ഷെ നമ്മളെപ്പോഴും നമ്മളെ ഇഷ്ടപ്പെടുന്നവരോട് നമ്മൾ നമുക്ക് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കൊടുക്കാറില്ല. അവർ നമ്മളോട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അവരോട് നിന്നും നമ്മളങ്ങനെ സംസാരിക്കാറില്ല. പലപ്പോഴും അവരായിരിക്കും ചില സമയത്ത് നമുക്കൊരു ഹെൽപ്പായിട്ട് വരുന്നത്, അവരായിരിക്കും അല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മളെ ആവശ്യമില്ലാത്തവരോട് നമ്മൾ പോയി സംസാരിക്കാൻ ചെല്ലും. പക്ഷെ അവർക്ക് കേൾക്കേണ്ട കാര്യമില്ലായിരിക്കും. അവരത് കേൾക്കുന്ന അതായത് നമ്മൾ വളരെ ക്യൂരിയോസിറ്റിയോടായിരിക്കും അവരോട് സംസാരിക്കുന്നത്. പക്ഷേ അവർ ചിലപ്പം നമ്മളെ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യാറേ ഇല്ല. അത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സീരിയസ്നെസ്സോടുകൂടി എടുക്കാറില്ല അല്ലേ? നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ, അതായത് എനിക്ക് ചുറ്റും കാണുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങളിത് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ സമയം കളയുന്നത്? നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരോട് സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാനും ഒക്കെ നമ്മളെ വേണ്ടുന്നിടത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ഓക്കെ, നമ്മളെ വേണ്ടുന്നിടത്താണ് നിൽക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് നാളെ ഒരു വില ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ കിട്ടാത്ത സാധനങ്ങൾക്കായിരിക്കും കൂടുതൽ എന്തുണ്ടാവുക, നമുക്ക് വേണം എന്ന് തോന്നുന്നത്. ഓക്കെ, പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ചൈനയുടെ സാധനം ഒരു മൊബൈലൊക്കെ പണ്ട് ഇറക്കിയ സമയത്ത് ഇത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ, 1 hourൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ, അപ്പോൾ ഇത് സെയിലാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ടൈം വരെ നോക്കി നിന്നിട്ട്, കാരണം ഇത്ര വിലയ്ക്ക് ഇത് സെയിലാവും, അത്ര നേരം ഇത് വാങ്ങിക്കാൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വേണ്ടുന്നവരും വേണ്ടാത്തവരും എല്ലാം ആ സമയത്ത് ആ പൈസയ്ക്ക് പോയി അത് മേടിക്കും. കാരണം അത്ര സമയമല്ല ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ മേടിച്ചില്ലെങ്കിൽ പിന്നെ ഈ സംഭവം കിട്ടത്തില്ല, പിന്നെ ഇത് സംഭവം കിട്ടത്തേയില്ല. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി മേടിക്കും. അപ്പം എന്തുകൊണ്ടാണ് അപ്പോൾ ഇത് എപ്പോഴും കിട്ടത്തില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് വേണ്ടുന്നവരും വേണ്ടാത്തവരും എല്ലാം പോയി മേടിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും എല്ലായിടത്തും ഇങ്ങനെ അവൈലബിളായി നിന്ന് നമ്മുടെ വില കളയരുത്. നമ്മളെപ്പോഴും ബിസി ആയിട്ടിരിക്കുക. നമ്മുടെ ടാർഗറ്റിലോട്ട് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മൾ പോവുക. അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ എല്ലായിടത്തും അങ്ങ് അവൈലബിളാണ്, നമ്മളെപ്പോഴും അവൈലബിളാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ടൈമുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. കാരണം നമ്മുടെ കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ കാര്യം ചെയ്തു കൊടുക്കാൻ പോകും. അല്ല, ഞാൻ ഓരോരുത്തരുടെ കാര്യം പറയാണ്. ആരാണെങ്കിലും, ഇപ്പം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിലും എല്ലാവരുടെ കേസ് പറയാണ്. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ നൈറ്റ് ഇരുന്ന് പഠിക്കാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവരുടെ കാര്യം ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ അവരുടെ കാര്യത്തിനോട് പോകും. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിൻ്റെ വാല്യൂ ഒന്നും അവർക്ക് മനസ്സിലാവണമെന്നില്ല.
നമ്മുടെ ആ ടൈമിൻ്റെ വാല്യൂ ഒന്നും ഒരിക്കലും അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമ്മൾ കാണിക്കുന്ന ആ ഡെഡിക്കേഷനും അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ നാളെ ഒരു സമയത്ത് ഈ ജോലിയൊന്നും കിട്ടിയില്ല, നിങ്ങൾ പഠിച്ചൊരു ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവർ നമ്മളോട് ചോദിക്കും, നീ എത്ര നാളായി ഇങ്ങനെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ലല്ലോ, നീ എന്തോ എടുക്കുമായിരുന്നു, ഈ സമയത്തൊക്കെ എന്തോ എടുക്കുമായിരുന്നു എന്ന് ചോദിക്കും. അപ്പം അതുകൂടെ കേൾക്കേണ്ടി വരുമ്പോൾ ഉള്ള നമ്മുടെ ഫീലിങ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരോടും പറയാൻ പറ്റാതെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്നൊന്ന് പൊട്ടിക്കരയാൻ തോന്നും അല്ലേ. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഞാൻ ഇവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തല്ലോ, ഞാൻ അങ്ങനെയല്ലേ എൻ്റെ ടൈം എല്ലാം പോയത്, എന്നിട്ട് ഇവർ പറയുന്നത് ഇങ്ങനെയാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് ആരോട് ഷെയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പം ആ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പം നമ്മൾ കഴിവതും എന്താ ചെയ്യേണ്ടത്, നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുക, നമ്മുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ, എങ്കിലേ നമുക്ക് വിജയം കൈവരിക്കാനാവത്തുള്ളൂ. ഓക്കെ, 28-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഹോൾ ടിക്കറ്റ് വന്നവരും ഹോൾ ടിക്കറ്റ് അല്ല, കൺഫർമേഷൻ വന്നവരും എന്താണെങ്കിലും എല്ലാവർക്കും 28-ാം തീയതിയാണ് എക്സാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബാക്കി കിട്ടുന്ന ടൈം നമ്മുടെ ബോണസ് ആണ്. ഓക്കെ, ഓരോരുത്തരുടെയും. അപ്പം നമ്മൾ എല്ലായിടത്തും അവൈലബിളായി നിൽക്കരുത്. ഫസ്റ്റ് കാര്യം, നമ്മൾ നമ്മുടെ കാര്യത്തിന് പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ഫോക്കസ് ഇതിന് തന്നെ ആയിരിക്കണം. നമ്മുടെ റിലാക്സേഷന് വേണ്ടി നമ്മൾ ടൈം കണ്ടെത്തണം, അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കളയരുത്. ഇനിയെങ്കിലും നമ്മൾ ഇത്ര നാളും ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം കളഞ്ഞില്ലേ, ഇനി നമുക്ക് വേണ്ടി കുറച്ച് നാൾ നമുക്ക് വേണ്ടിയിട്ടൊന്ന് നിന്നാൽ എന്ത്, നമ്മളെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് വിളിക്കാൻ കാത്തിരിക്കുന്നവരെ വിളിക്കാൻ, നമ്മുടെ സംസാരം കേൾക്കാൻ താല്പര്യമുള്ളവരടുത്തൊന്ന് സംസാരിക്കാൻ, അതിന് നമ്മൾ സമയം കണ്ടെത്തണം നമ്മുടെ റിലാക്സേഷൻ ടൈമിൽ. ഓക്കെ, അല്ലാതെ നമുക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ആർക്കും അപ്പം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ടാവും, മറ്റുള്ളവർക്ക് നമ്മുടെ സമയത്തിന് വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പം അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും, കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, പക്ഷേ ഞാൻ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞാലും എത്രയോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നറിയോ? സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി എന്നെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, പക്ഷേ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കിത് ഈ YT സ്റ്റുഡിയോയിൽ നോക്കി കാണാം, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അൺസബ്സ്ക്രൈബേഴ്സ് എത്ര പേര് നമുക്ക് കാണുന്നുണ്ടെന്നുള്ളത്. അപ്പം എത്രയോ പേരുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ലൈക്ക് പോലും തരാതെ പോകുന്ന എത്ര പേരുണ്ട്. അപ്പം നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചിന്തിച്ച് നോക്കുക. ശരിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഇതിന് ഫോളോ ചെയ്യണമെങ്കിലും മാത്രം ചെയ്താൽ മതി. പക്ഷേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്ക് ചെയ്യാതെ പോകുന്നത്, കാരണം അപ്പം എനിക്ക് തോന്നും നമ്മൾ അങ്ങനെ ഒരു ഇതുണ്ടാക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരുടെ മറ്റുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർ ഇപ്പം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായാൽ ഇഷ്ടമായി എന്ന് പറയാനുള്ള ഒരു ഇത് നമ്മൾ കാണിക്കണം. അപ്പം അത് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിലും അതൊക്കെ നമ്മുടെ വ്യക്തിത്വത്തിലുള്ളതാണ്. ഓക്കെ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, മനസ്സിൽ വന്നതുകൊണ്ട് പറഞ്ഞതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താലും ലൈക്ക് ചെയ്താലും ഒക്കെ മതി കേട്ടോ. ഞാൻ ജസ്റ്റ് പറഞ്ഞാണ്, മനസ്സിൽ വന്നപ്പം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ ലൈഫിൽ വരുന്നതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഈ നമ്മുടെ മിഷൻ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ 10th പ്രിലിംസ് എങ്ങനെ നമ്മൾ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. 28-നാണ് എക്സാം. നമ്മൾ ആ ഒരു വിഷനുമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു ടൈം നമ്മൾ വേസ്റ്റ് ആക്കരുത്. നമ്മുടെ ടൈം അത്ര പ്രഷ്യസ് ആണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവണം. ആ രീതിയിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട്. ഓക്കെ, അല്ലാതെ വെറുതെ ഇനി നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വേണം, നമ്മുടെ ലൈഫ് മാറണം. നമ്മുടെ ലൈഫ് മാറുന്നതിലൂടെ നമുക്ക് കാണാൻ പറ്റും, മറ്റുള്ളവർ നമുക്ക് തരുന്ന ഒരു വില നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ലൈഫ് മാറണം. ഇനി പണ്ടത്തെ പോലെ ഇങ്ങനെ സ്പോയിൽ ചെയ്ത് ഇത്ര നാൾ നമ്മൾ ജീവിച്ചില്ല. ഇനി നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വേണം. അപ്പം നന്നായിട്ട് പഠിക്കണം. ഈ തരുന്ന ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിക്കണം. നമ്മൾ SCRT തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെ വരണം. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ടൈം അങ്ങ് പോകും, ദിവസങ്ങൾ എണ്ണി പെട്ടെന്ന് അങ്ങ് പോകും. അപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പ്ലസ് പോയിന്റ് ആണ്. ഇല്ലെങ്കിൽ ഓരോ ഡേ ഇങ്ങനെ പൊക്കൊണ്ടേയിരിക്കും കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പഠിച്ച് കറക്റ്റായിട്ട് കയറി വരുക. ഓക്കെ,
പിന്നെന്താണ് പെൻഡിങ് ആവുന്നതൊക്കെ കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് ഇനി വരുമ്പോഴത്തേക്കും ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് റിവിഷൻ വരും. നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്യാനുണ്ട്, കറണ്ട് അഫേഴ്സ് തീർക്കാനുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് എന്താണ് മാത്സ് ഒന്നും പെൻഡിങ് ഇടരുത്. പെൻഡിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സോൾവ് ചെയ്യാം. എന്നാലും മാക്സിമം എഫോർട്ട് എടുത്ത് എല്ലാവരും പഠിക്കുക കേട്ടോ. മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കുക. ടെക്സ്റ്റ് മേടിക്കാനും അതായത് മറ്റുള്ള നോട്ടുകൾ, നമ്മുടെ റിസോഴ്സസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. റിസോഴ്സസ് കുറവായിരിക്കുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് പഠിക്കുന്നത്. പല പല ബുക്കുകൾ പഠിച്ച് വെറുതെ ഇതാവരുത്. ഞാൻ കാണിക്കുന്ന ഈ ബുക്കുകളെല്ലാം ഞാൻ LDCക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബുക്കുകളൊന്നും വാങ്ങിക്കുന്നില്ല. കാരണം ഇത് തന്നെ നമ്മൾ ഫുൾ എഫോർട്ട് എടുത്തിട്ടും ഇത് തന്നെ നമ്മൾ പഠിച്ചു തീർക്കാൻ പറ്റുന്നില്ല. ഈ കുറേ ടെക്സ്റ്റിൻ്റെ പഠിക്കാനുള്ള ഇനിയുണ്ട്. അപ്പം അത് തന്നെ തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തരുന്ന കാര്യങ്ങൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടോ. ഞാൻ ഈ തരുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക, കയ്യിലുള്ളത് വെച്ചിട്ട്. അപ്പം ഞാൻ PDF സെൻഡ് ചെയ്ത് തരുന്നുണ്ട് ടെലിഗ്രാമിൽ. അതുകൂടെ വെച്ചിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, ഞാൻ കഴിവിൻ്റെ പരമാവധി ക്ലാസ്സുകൾ ഇടാൻ നോക്കാം. ഞാൻ എന്തായാലും ഫുൾ ക്ലാസ്സുകൾ ഇടും. കാരണം അങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഓരോ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. അപ്പം ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതെല്ലാം നോക്കാം കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാമിനകത്ത് ഇപ്പോൾ ഇനിയും പുതുതായിട്ട് ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് അതായത് നമ്മുടെ കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല. കാരണം നമ്മൾ SCRT 1 ടൈം ആയതേ ഉള്ളൂ. ഇനി SCRT വീണ്ടും വരും റിവിഷൻ. അപ്പം നമുക്ക് വീണ്ടും നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതുകൊണ്ട് ഇനിയും നിങ്ങൾക്ക് എന്നാണോ ഈ വീഡിയോ കാണുന്നത് അന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിച്ച് റിവിഷൻ അടിച്ച് PYQവും ചെയ്തിട്ട് എക്സാം ഹാളിൽ നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമ്മൾ എക്സാം എഴുതുന്ന ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ, അതേപോലെ എല്ലാവരും കൂടെ വരിക. ഓക്കെ, അപ്പോൾ നാളെ നമ്മുടെ ഡേ 11 ആണ് കേട്ടോ. അപ്പോൾ 10 ദിവസമാണ് കടന്നു പോയിരിക്കുന്നത് നമ്മളുടെ അടുത്ത് നിന്ന് കേട്ടോ. അപ്പോൾ 10 ദിവസം നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആക്കിയോ എന്ന് സ്വന്തമായിട്ട് ആലോചിക്കണം. ഇല്ലെങ്കിൽ ആ നെഗറ്റീവ്സ് ഒക്കെ മാറ്റി എന്തൊക്കെ പോരായ്മകളാണ് ഈ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് വന്നത്, ആ പോരായ്മകൾ ഡയറിയിൽ എഴുതി വെച്ചിട്ട് ആ പോരായ്മകൾ ഓരോന്നായിട്ട് വെട്ടിക്കൊണ്ടിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫുൾ ടൈം പ്രൊഡക്റ്റീവായിട്ട് എടുക്കണം കേട്ടോ. അപ്പം നാളെ നമുക്ക് 11ാമത്തെ ദിവസമാണ്. നാളെ നമുക്ക് SCRT കെമിസ്ട്രിയാണ് പഠിക്കാനുള്ള. ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി കെമിസ്ട്രിയാണ് പഠിക്കാനുള്ള. ക്ലാസ് 8 ചാപ്റ്റർ 4 പദാർത്ഥ സ്വഭാവം. പിന്നെന്താണ് ചാപ്റ്റർ 5 പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. ഓക്കെ, ചാപ്റ്റർ 6 രാസമാറ്റങ്ങൾ. ചാപ്റ്റർ 7 ലോഹങ്ങൾ. ചാപ്റ്റർ 16 ജലം. ഓക്കെ, ചാപ്റ്റർ 17 ഏതാണ്? ഫൈബറും പ്ലാസ്റ്റിക്കുകളും. പിന്നെ ക്ലാസ് 9 ഒരു ചാപ്റ്ററുണ്ട്. ചാപ്റ്റർ 1 ആണ് ആറ്റത്തിൻ്റെ ഘടന. ഓക്കെ, ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്ക് വരുന്നത്. ഇതിനകത്തുനിന്ന് എനിക്ക് നാളെ മാക്സിമം പറ്റുന്ന ഇതിൻ്റെ വീഡിയോ ഇടാം. ഓക്കെ, വീഡിയോ ഇടാം. നിങ്ങൾക്ക് ആ വീഡിയോ എല്ലാം നിങ്ങൾ ഈ SCRT ഇടുന്ന വീഡിയോസ് എല്ലാം കേൾക്കണം. ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ്. ഷുവറായിട്ടും നിങ്ങളുടെ മനസ്സിൽ അത് നിൽക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ഞാൻ ഇടുന്ന ആ വീഡിയോ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ്സ് എല്ലാം ക്ലിയർ ആവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. പിന്നെ നിങ്ങളുടെ കമൻസ് ഒക്കെ പ്ലീസ് ഒന്ന് ഇടാൻ നിങ്ങൾ ഒന്നും മടിക്കരുത്. ജസ്റ്റ് കമൻറ്റോ അല്ലെങ്കിൽ ഒരു ലൈക്കോ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. ഞാൻ ഇത്ര എഫോർട്ട് എടുത്തിടുന്നതല്ലേ, പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ എഫോർട്ട് എടുത്തിടുന്നതാണ്. അപ്പം നിങ്ങളൊരു ചെറിയ ഒരു ഈ പ്രോത്സാഹനം തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും വലുതായിട്ടുള്ള രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കാണണം. നിങ്ങൾ ജോലി സമയത്താണെങ്കിലും എപ്പോഴാണെങ്കിലും ക്ലാസ്സുകൾ കേൾക്കണം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് കണക്റ്റിംഗ് കോഡ്സ് ഒക്കെ ചിലതിനകത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം എനിക്ക് എൻ്റെ കോഡ് വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ചില ഫ്രണ്ട്സൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പം എനിവേ നിങ്ങൾക്ക് ചിലപ്പം കോഡൊന്നും ഇഷ്ടമല്ലാത്തതാണെങ്കിൽ ഓക്കെ, പക്ഷേ എങ്ങനെയാണെങ്കിലും നിങ്ങൾ അതെല്ലാം പഠിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ്. ഇത്രയും ചാപ്റ്റർ കണ്ട് ആരും പേടിക്കില്ലേ. കാരണം ഇത്രയും നമ്മൾ പഠിച്ച് പോയേ പറ്റത്തുള്ളൂ. മാക്സിമം എഫോർട്ട് എടുത്ത് പഠിച്ചു വരിക. ഓക്കെ, നമുക്ക് അത്രയും തീർത്തേ പറ്റൂ. 2 ദിവസം കൊണ്ട് നമ്മൾ കെമിസ്ട്രി തീർക്കണം. അതുകൊണ്ടാണ് അത്രയും ചാപ്റ്റർ ഇട്ടത്. ഓക്കെ, ഇനി കറണ്ട് അഫേഴ്സ് ഫിഫയാണ്. പിന്നെ MS സ്വാമിനാഥനാണല്ലോ, അന്തരിച്ചല്ലോ. അപ്പോൾ സ്വാമിനാഥനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഫിഫ വേൾഡ് കപ്പിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, ഇനി കറണ്ട് അഫേഴ്സിന് ടെക്സ്റ്റ് ഒന്നും ആരും മേടിക്കാൻ നിൽക്കേണ്ട. ഈ PDF തന്നെ വെച്ചിട്ട് എഴുതിയെടുക്കുകയോ പ്രിൻ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യും. കറണ്ട് അഫേഴ്സിൻ്റെ ടെക്സ്റ്റൊക്കെ ഞാൻ മേടിച്ചിട്ട് ഞാനൊന്നും വായിക്കാതെ അവിടെ വെച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. വെറുതെ എന്തിനാണെന്ന് ചില പോയിന്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് വലുതായിട്ട് ഇല്ലാന്താനും, പക്ഷേ വേണ്ടാത്ത കുറേ ഉണ്ടെന്നാനും അതൊന്നും പഠിച്ച് തീർക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മേടിക്കാം. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് കേട്ടോ. മാത്സ് ആണ് വരുന്നത്. പിന്നെ തരംതിരിക്കലും അർത്ഥവത്തായ രീതിയിൽ
രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഉണ്ടല്ലോ. ഇതൊക്കെ ജസ്റ്റ് ചെറിയ ചെറിയ കുഞ്ഞു ടോപ്പിക്കുകളാട്ടോ. അതുകൊണ്ട് ഈ 3 തന്നെ ഒറ്റയാനെ കണ്ടെത്തൽ, ഓഡ് വൺ ഔട്ടൊക്കെ ഉണ്ടല്ലോ, ജസ്റ്റ് ടോപ്പിക്കായിട്ട് നമ്മുടെ ഇത് പറഞ്ഞതുകൊണ്ട് തന്നേ ഉള്ളൂ. ഈ 3 കുറച്ച് മാത്സ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. കുറച്ച് കണക്കുകളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഏതെങ്കിലുമൊക്കെ വീഡിയോ കണ്ടിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ബുക്കിനകത്ത് എഴുതി വെക്കുക. ഓക്കെ, മാത്സ് എല്ലാ ടോപ്പിക്കും നമ്മൾ ഇക്വേഷൻസ് എല്ലാം ടോപ്പിക്കെല്ലാം എഴുതി വെച്ച് ഇക്വേഷൻസ് എല്ലാം വെച്ചിട്ട് നല്ല സെറ്റാക്കി വെക്കുക കേട്ടോ. പിന്നെ ഈ ടൈം ടേബിളിൽ തന്നിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും എടുക്കണം എന്നുണ്ട്, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും. പക്ഷേ അതൊന്നും ഇടാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് 2 ബുക്കിനകത്ത് ഞാൻ എഴുതി വെച്ചേക്കുന്ന കുറച്ച് കോറായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഞാൻ എൽഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത്. അപ്പം അതൊക്കെ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് ക്ലാസ്സുകളായിട്ടും പറഞ്ഞെല്ലാം തരാം കേട്ടോ. പിന്നെ എനിക്കൊരു കോമ്പറ്റേറ്റർ ആണ് വേറൊരാളെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇപ്പം 2200-ഓളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ എത്ര പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്? കുറച്ച് പേരല്ല എൻ്റെ വീഡിയോ കാണുന്നുള്ളൂ. അതായത് അതിനകത്ത് നിങ്ങൾക്ക് വ്യൂസ് നോക്കിയാൽ തന്നെ അറിയാം അല്ലേ, 1K സംതിങ് അങ്ങനെ വരുന്നുള്ളൂ. പക്ഷെ ഫുൾ ആൾക്കാർ കാണുന്നില്ലല്ലോ. അപ്പം അതായത് ഞാൻ എടുത്ത മോട്ടിവേഷൻ ക്ലാസ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പം അതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം. നമ്മൾ ഇപ്പം അതിനകത്ത് നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ടൈം ടേബിൾ നോക്കി പഠിക്കുന്നവരും ഓക്കെയാണ്. പക്ഷെ അതിനകത്ത് തന്നെ മനസ്സിലാക്കാം കുറച്ച് പേര് നമ്മൾ മാറി നിൽക്കുകയാണ്, കുറച്ച് പേര് നമുക്ക് എല്ലാം ടൈം ടേബിൾ നോക്കി പഠിക്കുകയാണ്. അപ്പം അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഈ കേരളത്തിലെ ഫുൾ കുട്ടികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേ പേര് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർക്ക് വരുന്നതാണ്. അവർ മനഃപൂർവ്വം വരുന്നതല്ല, അവർക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അവരെ അഫക്റ്റ് ചെയ്തിട്ട് അവർ വഴി തിരിഞ്ഞ് പോവാണ്. മനസ്സിലായോ? നന്നായിട്ട് എഫോർട്ട് എടുത്ത് കറക്റ്റായിട്ട് പഠിക്കുന്ന ആരാണോ അവരാണ് വിൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഓർക്കുക, നമുക്ക് ആരും നമ്മൾ ഷെയർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു PDF സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒന്നുകൊണ്ടും ഇതാവേണ്ട കാര്യമില്ല. പക്ഷേ മാക്സിമം എത്രത്തോളം ആ റിസോഴ്സസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ഈ ടൈം ടേബിൾ എന്നല്ല വേറെ ഏത് ടൈം ടേബിൾ വെച്ച് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും നമ്മൾ ആരുടെ വീഡിയോ ഉണ്ടായാലും ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മൾ എത്രത്തോളം എഫോർട്ട് എടുത്ത് പഠിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ റിസൾട്ട് വരുന്നത്. അല്ലാതെ വേറെ ഒന്നിനെ ആശ്രയിച്ചല്ല, ബുക്ക് ഉണ്ടെന്നോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഫുൾ എഫോർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ ഓരോ ദിവസം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ക്വസ്റ്റ്യൻ പാടാണെങ്കിൽ എന്തോണോ അതൊന്നും ഒരു വിഷയമല്ല. ഞാൻ പഠിച്ചിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഒരു 100% ഞാൻ ഈ എക്സാമിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് എന്ന് പറയാനുള്ള ഒരു ചങ്കുറപ്പം നിങ്ങൾക്ക് കാണണം എക്സാമിൻ്റെ സമയത്ത്. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ മോൾഡ് ചെയ്ത് നിങ്ങൾ എടുക്കുക. ഓക്കെ, പല പ്രതിസന്ധികൾ വരും, അതിലൊന്നും നിങ്ങൾ വീഴരുത് കേട്ടോ. അപ്പം അങ്ങനൊരു രീതിയിലോട്ട് നമ്മൾ മാറണം. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ തന്നിരിക്കുന്ന ടോപ്പിക്കെല്ലാം വൃത്തിയായിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വീണ്ടും വരാം. നാളെ ഞാൻ വീണ്ടും വരാം. PDF ഒക്കെ ഞാൻ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. നമ്മുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്തവർക്കും ടെലിഗ്രാമിൽ വന്നവർക്കും എല്ലാം ഒത്തിരി താങ്ക്സ് കേട്ടോ. പിന്നെ അതുകൊണ്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാ PDF-ഉം എല്ലാം തരുന്നുണ്ട്. അപ്പോൾ പ്ലീസ് എല്ലാവരും ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.